അതാണ് സാഹചര്യം. ഇവിടുത്തുകാരല്ലേ, കണ്ണൂരുകാർ തന്നെയല്ലേ? അതിൽ വോട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്നോട് പ്രായം ആയിട്ടില്ല. ബീച്ച് കാണാറിയാണ് രാവിലെ. രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? അത്യാവശ്യം. എന്താ മക്കളുടെ പേര്? രാഷ്ട്രീയം കാണുന്നുണ്ടോ? അത്യാവശ്യം. ഏത് മണ്ഡലത്തിലാ താമസിക്കുന്നത്? കണ്ണൂർ സിറ്റി തന്നെയാണോ? കണ്ണൂർ സിറ്റി നിയർ സ്റ്റാർ. ആരാ മത്സരിക്കുന്നത് ഇവിടെ? മോഹന്. LDF ആരാ മത്സരിക്കുന്നത്? കടന്നപ്പള്ളി. അറിയാം, രാഷ്ട്രീയം ആരാ ജയിക്കുക ഇവിടെ? അറിയൂല, ആരാണ് കൊണ്ടുവന്ന അറിയില്ല. സർക്കാർ തുടരുമോ അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ ഒരു ഇതില് മാറാന് സാധ്യത ഉണ്ട് തോന്നുന്നു. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? 8th. ഈ മുഖ്യമന്ത്രി നിങ്ങളുടെ ജില്ലക്കാരനല്ലേ? എങ്ങനെയുണ്ട് മുഖ്യമന്ത്രിയൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. മോളെന്ത് പറയുന്നു? അറിയാം അവിടെ ആരാ മത്സരിക്കുന്നതെന്നറിയാം. എങ്ങനെയാ ഭരണം മാറണോ? ഓക്കെ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയൊക്കെ സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയം മനസ്സിലാക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഈ പുതിയ കുട്ടികൾ രാഷ്ട്രീയത്തിലേക്ക് ഒട്ടും താല്പര്യമില്ലാത്ത, രാഷ്ട്രീയക്കാരെയൊക്കെ എന്തോ കുറവുള്ള ആളുകളായി മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റിയ ശേഷിയില്ലാത്ത ഒരുപാട് ആളുകളുള്ള സമയമാണ്. അവിടെയാണ് സ്വാഭാവികമായിട്ടും ഈ എവിടുത്തെ. ഞാൻ ബാംഗ്ലൂരിൽ ഞാൻ ഇവിടെ തളിപ്പറമ്പാണ്. തളിപ്പറമ്പല്ലേ? എങ്ങനെയുണ്ട് മത്സരം? ഇലക്ഷന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഇലക്ഷൻ വേണ്ടി വന്നാണോ? അല്ല, എന്റെ ഒരു കസിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. വോട്ട് തളിപ്പറമ്പിലാണ്. വോട്ട് തളിപ്പറമ്പിൽ ചെയ്തിട്ടേ പോകുന്നുണ്ടോ? ചെയ്തിട്ടല്ല, ഞാൻ ചിലപ്പോ രണ്ടാമത് നോക്കിയിട്ട് വരണം. ഇതിൽ വോട്ട് ചെയ്യാൻ വരും. നല്ല പോരാണോ തളിപ്പറമ്പിൽ? തളിപ്പറമ്പ്. അതെ. ശ്രദ്ധിക്കുന്നുണ്ടോ ഇലക്ഷൻ മൊത്തത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയമൊക്കെ? സ്വന്തമായിട്ട് രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്, രാഷ്ട്രീയ ബോധമുണ്ട്, പിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് മത്സരം ആരൊക്കെയാണെന്നുള്ളത്. തളിപ്പറമ്പിൽ ഇത്തവണ അസാധാരണമായ പല കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പ്രശ്നം ഉണ്ടാവുമോ? തളിപ്പറമ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ ഈ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, നഗരസഭയുടെയൊക്കെ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അവിടെ കുറെ കാലമായിട്ട് ഒരു പാർട്ടി ഈ ഒരു നഗരസഭ അവരുടെ കയ്യിലും ഈ കോൺസ്റ്റിറ്റ്യുവൻസി അവരുടെ ഒരു പാർട്ടിയുടെ കയ്യിലും ആ രീതിയിലാണ് കുറെ കാലമായിട്ട് പോകുന്നത്. അതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാർ, ഒരു രാഷ്ട്രീയ പാർട്ടിയോട് കൂറുള്ള ആൾക്കാരുടെ ആ ഒരു വോട്ടിന്റെ ഫലത്തിലാണ് പലപ്പോഴും പ്രശ്നങ്ങളൊക്കെ നിഷ്പക്ഷരുടെ ഒരു വോട്ടായിരിക്കും ഇപ്രാവശ്യം തീരുമാനിക്കുക എന്നുള്ളത് ഒരു വിശ്വാസം എനിക്കുണ്ട്.